നമസ്കാരം. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് പോരാട്ടത്തിന് ഓഗസ്റ്റ് 15 ശനിയാഴ്ച ഗാലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തുടക്കമാകാനിരിക്കുന്നു. ഇന്ത്യൻ പ്ലേയിംഗ് 11 തിരഞ്ഞെടുക്കുന്നതിൽ കടുത്ത പ്രതിസന്ധി നേരിട്ട ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും നിൽക്കുന്നുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നില മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ ടീമിൽ പ്രധാനമായും മിഡിൽ ഓർഡറിൽ ധ്രുവ് ജുറേലിനെ നിലനിർത്തണമോ അതോ സർഫ്രസ് ഖാനെ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിലാണ് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിലെ സ്ഥിരതയില്ലായ്മയും അശ്രദ്ധമായ വിക്കറ്റ് വലിച്ചെറിയുന്ന രീതിയും ധ്രുവ് ജുറേലിന് ടീമിലെ സ്ഥാനം ഭീഷണിയിലാക്കിയിട്ടുണ്ട്. ഋഷഭ് പന്ത് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ടീമിലുള്ളതിനാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് പലപ്പോഴും 25-കാരനായ ജുറേൽ ടീമിൽ കളിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 6 ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ ഒന്നുപോലും അർദ്ധ സെഞ്ചുറി തികയ്ക്കാൻ താരത്തിന് സാധിച്ചില്ല എന്നും പറയാം. 2025 നവംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലും അതുപോലെ 4 ഇന്നിംഗ്സ് 20 റൺസിന് ജൂണിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിനത്തിൽ 19 റൺസും ജുറേൽ പരാജയപ്പെട്ടു. ശ്രീലങ്ക എ ടീമിനെതിരെ ഇന്ത്യൻ എക്കായി സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയെങ്കിലും തൊട്ടു പിന്നാലെ നടന്ന സന്നാഹ മത്സരത്തിൽ 1-17 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. 10 ടെസ്റ്റുകൾക്ക് ശേഷം ജുറേലിന്റെ ബാറ്റിംഗിൽ ശരാശരി 34.14 കുറഞ്ഞു. സ്പിന്നിനെ നന്നായി നേരിടുന്ന സർഫ്രസ് ഖാൻ സായി സുദർശന് പകരം ടീമിലെത്തുകയും ജുറേലിനേക്കാൾ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് തുല്യ സെഞ്ചുറികൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അർദ്ധ സെഞ്ചുറികളും നേടി മുന്നിലെത്തുകയും ചെയ്തതോടെ 6ാം നമ്പറിൽ സ്ഥാനത്തിനായി ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. മറുഭാഗത്ത് ഗാലയിലെ സ്പിന്നറിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ 3 ഇടം കയ്യൻ സ്പിന്നർമാരുമായി ഇറങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, മാനവ് സൂദർ എന്നിവരായിരിക്കും സ്പിൻ നിരയിലെത്തുക. 20 വിക്കറ്റുകൾ വീഴ്ത്താൻ ശേഷിയുള്ള ഈ സ്പിൻ തന്ത്രത്തിൽ തന്നെ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ബൌളിംഗ് കോച്ച് മോനി മോർക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. പേസ് നിരയിൽ മുഹമ്മദ് സിറാജിനോടൊപ്പം ഗുർനൂർ ബ്രാനോ അതുപോലെ തന്നെ പ്രസദ് കൃഷ്ണയോ അണിനിരക്കും. പരിശീലന സെക്ഷനുകളിൽ സൂചനകൾ അനുസരിച്ച് ഗുൽനൂറിനാണ് മുൻതൂക്കം ഉള്ളത്. ഗൗതം ഗംഭീറിന്റെയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കാം ഇന്ത്യൻ ടീം പരിശീലനം പൂർത്തിയാക്കിയതെന്ന് പ്രതീക്ഷിക്കുന്നു. KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് തുറക്കുമ്പോൾ ദേവദത്ത് പടിക്കൽ 3-ാമതായും ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ 4-ാമതായും ഋഷഭ് പന്ത് 5-ാമതായും ക്രീസിലെത്തും. ധനഞ്ജയ ഡി സിൽവയെ നയിക്കുന്ന ശ്രീലങ്കൻ നിരയും കടുത്ത വെല്ലുവിളിയിലാണ് ഉയർത്തുന്നത്. എങ്കിലും 2017 ശ്രീലങ്കയിൽ വെച്ച് നടന്ന ടെസ്റ്റ് പരമ്പരയിൽ 3-0 തൂത്തുവാരിയതും ഗാലയിൽ വെച്ച് നടന്ന 304 റൺസിന്റെ കൂറ്റൻ വിജയം നേടിയതും ഓർമ്മകൾ ശുഭ്മൻ ഗില്ലിൻ സംഘത്തിന് ആത്മവിശ്വാസം നൽകുന്നു. ഓഗസ്റ്റ് 15 ഗോൾഫ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേടാൻ ഇറങ്ങുകയാണ്. ടോസിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ടീമിന് ഇന്ത്യൻ തന്ത്രപരമായ വലിയ ആശ്വാസകരമായ കാര്യമാണ് രാഹുലിന്റെ സാന്നിധ്യം. ഇതാണ് കൃത്യമായ വാർത്തകളെക്കുറിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നതെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും.